കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് അടിപൊളി കഥ പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഞങ്ങൾക്കും കഥ ഒരുപാട് കേൾക്കാനും പറയാനെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഒരു അപ്പൂപ്പൻ്റെയും ഒരു അമ്മൂമ്മയുടെയും കഥയാണ്. ഒരിടത്തൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഭയങ്കര ഒരു പിശുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒരു ആഗ്രഹം, ഒരു പട്ടണം ഒന്ന് ചുറ്റി കാണണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ അവർ കുതിരവണ്ടിയിലാണ് പട്ടണം ചുറ്റി കാണാൻ അവർക്കൊരു മോഹം തോന്നിയത്. എന്നിട്ട് കുതിരവണ്ടിയിൽ അടുത്ത് പോയി ഫസ്റ്റ് ഉള്ളൊരാളോട് ചോദിച്ചു, ചേട്ടാ ഒന്ന് നമ്മളെ ഈ പട്ടണമൊക്കെ ഒന്ന് ചുറ്റി കാണിക്കുമോ? പക്ഷെ അത് വെറുതെ അല്ല, ഫ്രീ ആയിട്ടാണ് അവർക്ക് പട്ടണം ചുറ്റി കാണിക്കേണ്ടിയിരുന്നത്, പക്ഷെ പണമൊന്നും കൊടുക്കാതെ. അപ്പോൾ ഒന്നാമത്തെ ആൾ പറഞ്ഞു, വേണ്ട, പണമില്ലാതെ നിങ്ങളെ നമ്മൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളെയും കാണിച്ചു. എല്ലാവരും അതുപോലെ മറുപടി അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവസാനം അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വിഷമമായി. എന്നിട്ട് അവർ അങ്ങനെ കുറേ വണ്ടിയിൽ അവർ സഹായം ചോദിച്ചിരുന്നു, ഫ്രീ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടണമൊക്കെ ചുറ്റി കാണിക്കും. പക്ഷെ ആര് സമ്മതിക്കും പണം കൊടുക്കാതെ പട്ടണം ചുറ്റി കാണിക്കാൻ? എന്നിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും വിഷമത്തോടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ്, അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ ഒരു കുതിരവണ്ടിക്കാരനോട് ചോദിച്ചിട്ടേ കൊണ്ടുപോകുന്നത്. അവരെന്നെ അവരെ വിളിച്ചു, ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞാൻ കൊണ്ടുപോവാം, പക്ഷെ ഒരു കാര്യം, ഈ വണ്ടിയിലിരുന്നാൽ പട്ടണം ചുറ്റി കാണിക്കും വരെ നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കുറേ പട്ടണമെല്ലാം ചുറ്റി കാണിച്ചു. ഈ അപ്പൂപ്പൻ നമുക്കൊരു സ്വഭാവമുണ്ട്, കീറിയ വസ്ത്രം എടുക്കൂല, ആരോടും മിണ്ടൂല, അങ്ങനത്തെ കുറേ പിശുക്കാണ് അവർക്ക്, കീറിയ വസ്ത്രമൊന്നും എടുക്കാതെ. എന്നിട്ട് അവർ പൈസ ഇല്ലാതെ വണ്ടി ചുറ്റി കാണാമെന്ന് കുതിരവണ്ടിക്കാരൻ പറഞ്ഞു. കുറേ അങ്ങനെ പട്ടണമെല്ലാം ചുറ്റി കണ്ടു. എന്നിട്ട് അവരെത്തി, സ്ഥലം എത്തി. എന്നിട്ട് ഭാര്യ തെറിച്ചു പോയി അപ്പൂപ്പൻ്റെ. എന്നിട്ടും ഡ്രൈവറും അപ്പൂപ്പൻ മാത്രമേ അത് അറിഞ്ഞിട്ടു, കുതിരവണ്ടിക്കാരൻ അറിഞ്ഞില്ല. എന്നിട്ട് വണ്ടി നിർത്തി. എന്നിട്ട് അയാൾ എന്താക്കി, കുതിരവണ്ടിക്കാരൻ ഇങ്ങനെ ഒരു കാല് തൊട്ടിട്ട് നമസ്കരിച്ചു. നിങ്ങൾ എത്ര എന്തൊച്ചും കിലുക്കും വണ്ടി റോട്ടിലിങ്ങനെ പോയിട്ട് കിലുക്കലുണ്ടായിട്ടും നിങ്ങളൊന്നും ഒരു വായ അനക്കിയും കൂടി ചെയ്യാതെ ഇരുന്നതിന് എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അപ്പൂമ്മ പറയുക, എൻ്റെ ഭാര്യ തെറിച്ച് പോയിട്ട് ഞാൻ മിണ്ടാതെ നിന്നു എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ കഥ. അപ്പോൾ തന്നെ കുതിരവണ്ടിക്കാരെ തലയിറങ്ങി അവിടെ വീണ് ബോധം കിട്ടി. അപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നിട്ട് ഞാൻ കുറേ ചിരിച്ചു ആ കഥ വായിച്ചിട്ട്. എന്നിട്ട് കുറേ കഥയുണ്ട്. അങ്ങനെ അവർ ഭാര്യ തെറിച്ച് പോയി. എന്നിട്ട് അവർക്ക് ചിരി വന്നു, എനക്കും ചിരി വന്നു. അമ്മേനോടല്ലേ ഞാൻ കഥ പറഞ്ഞാൽ അമ്മക്കെല്ലാം ചിരി വന്നു. എന്നിട്ട് ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ ലെല്ലുവിനെല്ലാം കഥ പറഞ്ഞു കൊടുക്കും, ലെല്ലുവിനും ലക്കിക്കും കഥ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ ഈ വീഡിയോ ഇവിടെ കഴിയാണ്. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ബായ്.